ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റാണി സെമി കിച്ചൻ. നമ്മൾ ഡോനറ്റ്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനായി 1.5 ടീസ്പൂൺ പഞ്ചസാര, ചെറിയ ചൂടുള്ള പാല്, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് പാലിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ചേക്കാം. ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ ആക്ടിവേറ്റ് ആയ ഈസ്റ്റ് ചേർത്ത് ചപ്പാത്തിയേക്കായും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ അരിച്ചെടുക്കണം മൈദ. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂർ നനഞ്ഞ ടവൽ കൊണ്ട് മൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്കിതൊരു ഗ്ലാസ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ചെറിയൊരു അടപ്പ് ഉപയോഗിച്ച് നമുക്കതിൻ്റെ നടുക്കുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് മാറ്റി വയ്ക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് മൈദ ഇടുന്നത്. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കണം. അതിനായിട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, കുറച്ച് ചെറിയ ചൂടുള്ള പാലും ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടിരിക്കണം. ഡോനട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീരെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ടേക്കുന്നത്. എല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഡോനറ്റ്സ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഡോനറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.